സന്തോഷ വാർത്തയോടുകൂടി MG അങ്കിൾ ഇപ്പൊ പാടിയ പാട്ട് പാടാനായിട്ട് നമ്മുടെ രാഘവൻ മാസ്റ്റർ ഹിറ്റ്സ് റൗണ്ടില് ഇവിടുത്തെ മൂൺ വരികയാണ്. ആരാണ് മൂൺ? സേബ മൂൺ. കറക്റ്റ് ആൻസർ. സെബക്കുട്ടി. വെൽക്കം സെബ മൂൺ ഓൺ സ്റ്റേജ്. അയ്യോ പറഞ്ഞപ്പോ അവൾക്കെന്നെ പേടിയായി. താഴെ വീഴുമോന്ന് പേടിച്ച് നടക്കാൻ പറ്റുന്നില്ലേ? അയ്യോ അതെന്താ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടല്ലേ ഉടുക്കുന്നേ? അയ്യോ അതിന്റെയാണ് കൊച്ചിന്. ഇനി എന്തോരം ഉടുക്കാനിരിക്കുന്നു അല്ലേ? അത് ഈ കേരള സെറ്റ് എന്ന് പറയണേന് ഒരു പ്രത്യേക ആനച്ചന്തം തന്നെ, ഒരു ചന്തം തന്നെ. എനിക്കൊന്ന് ചേച്ചിയായിട്ട് നല്ല മാച്ചും ഉണ്ട് ഈ ഡ്രസ്. അതെ അതെ. കൺമണി ഏതാണ് ഡീറ്റെയിൽ ഒക്കെ പറയൂ. കല്യാണമോതിരം പാട്ട് പാടിയത് ലീലാമ്മ, മ്യൂസിക് രാഘവ മാഷ്, ലിറിക്സ് ഭാസ്കരൻ മാഷ്, സിനിമ ആദ്യകിരണങ്ങൾ, വർഷം 1964. ഒറ്റയടിക്ക് തീർത്തു. അപ്പൊ നമുക്ക് അങ്ങോട്ട് കേൾക്കാം അല്ലേ? താങ്ക് യു കേൾക്കാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. കല്യാണമോതിരം കൈമാറും നേരം കള്ളക്കണ്ണങ്ങോട്ടു നീട്ടിയില്ലേ, കല്ലിയെ പോലെ നീ നോക്കിയില്ലേ. കല്യാണമോതിരം കൈമാറും നേരം കള്ളക്കണ്ണങ്ങോട്ടു നീട്ടിയില്ലേ, കല്ലിയെ പോലെ നീ നോക്കിയില്ലേ. ഉൾക്കണ്ട എന്തിനോ ഉൾക്കണ്ട എന്തിനോ കൽക്കണ്ടമാണു നിൻ കാട്ടുരാജ. നല്ല കൽക്കണ്ടം നല്ല കൽക്കണ്ടമാണു നിന്റെ കാട്ടുരാജ. കല്യാണമോതിരം കൈമാറും നേരം കള്ളക്കണ്ണങ്ങോട്ടു നീട്ടിയില്ലേ, കല്ലിയെ പോലെ നീ നോക്കിയില്ലേ. എല്ലാവർക്കും പാഴ്മുള എന്ന് തോന്നി, പുല്ലാങ്കുഴലെന്ന് എനിക്കു തോന്നി. എല്ലാവർക്കും പാഴ്മുള എന്ന് തോന്നി, പുല്ലാങ്കുഴലെന്ന് എനിക്കു തോന്നി. പൊന്നോടപ്പാട്ടിനാൽ പൂമാല ചാത്തിടും പൊന്നോടക്കുഴലിന്നു ഞാനറിഞ്ഞു, അവൻ പൊന്നോടക്കുഴലിന്നു ഞാനറിഞ്ഞു. കല്യാണമോതിരം കൈമാറും നേരം കള്ളക്കണ്ണങ്ങോട്ടു നീട്ടിയില്ലേ, കല്ലിയെ പോലെ നീ നോക്കിയില്ലേ. കനകം വിളയുന്ന മണ്ണു കണ്ടേ, കനകം വിളയുന്ന മണ്ണു കണ്ടേ. കണ്ണീരൊഴുക്കിയ മണ്ണും നനച്ചൊരു മാതള പൂന്തോട്ടം ഞാൻ വളർത്തും, അതിൽ മധുരക്കിനാവുകൾ പൂത്തു നിൽക്കും. കല്യാണമോതിരം കൈമാറും നേരം കള്ളക്കണ്ണങ്ങോട്ടു നീട്ടിയില്ലേ, കല്ലിയെ പോലെ നീ നോക്കിയില്ലേ. ഉൾക്കണ്ട എന്തിനോ ഉൾക്കണ്ട എന്തിനോ കൽക്കണ്ടമാണു നിൻ കാട്ടുരാജ. നല്ല കൽക്കണ്ടം നല്ല കൽക്കണ്ടമാണു നിന്റെ കാട്ടുരാജ. കല്യാണമോതിരം കൈമാറും നേരം കള്ളക്കണ്ണങ്ങോട്ടു നീട്ടിയില്ലേ, കല്ലിയെ പോലെ നീ നോക്കിയില്ലേ. താങ്ക് യു സർ. സെബക്കുട്ടി എന്തോ കലക്കിയിട്ട് താങ്ക് യു സർ. അസലായിട്ട് പാടിപ്പോ കേട്ടോ. ബ്യൂട്ടിഫുൾ. പിന്നെ ചെറിയ ചെറിയ ഒരു സംഭവം ഉണ്ട്, അതൊക്കെ
ആദ്യം പാടിയപ്പോൾ കറക്റ്റ് ആയതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ അത് പറയത്തില്ല. കാരണം അത് രണ്ടാമത് പാടുന്നത് അങ്ങനെ വരാൻ പാടില്ല. എങ്കിൽ തന്നെ ആദ്യം പാടിയല്ലോ കറക്റ്റായിട്ട്. അതായത് ആ തോന്നി എന്നുള്ള സംഗതി ഉണ്ടല്ലോ, അത് പാടിക്കുന്നു. എല്ലാവർക്കും പാഴ്മുള എന്ന് തോന്നി. കറക്റ്റാണ്. രണ്ടാമത് പാടിയപ്പോൾ അത്രയും ക്ലാരിറ്റി വന്നില്ല. അതുപോലെ തന്നെ നെഞ്ചിനുള്ളിൽ ആദ്യം പാടിയത് കറക്റ്റ്, രണ്ടാമത് പാടിയപ്പോഴത്തേക്ക് അത്രയും ക്ലാരിറ്റി വന്നില്ല. അത്രയേ ഉള്ളൂ. പിന്നെ പുല്ലാങ്കുഴ എവിടെ ഒരു ശകലം ശ്രുതി, ഒരു മൈന്യൂട്ട്, അതൊന്നും പറയേണ്ട കാര്യമില്ല. ഒരു ലൈവായിട്ട് പാടുമ്പോൾ അതൊക്കെ ഉണ്ടാവും. ബാക്കി ഒന്നുമേ എനിക്ക് പറയാനില്ല. എല്ലാം നല്ല രസമായിട്ട്. ഈ ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടത്? സങ്കട വിഷമം അങ്ങനത്തെ വിഷമോ? ഇറങ്ങികൂടാ. എന്താണ്? ഉള്ളിലുള്ള ഒരു ടെൻഷൻ, ആകാംക്ഷ, അങ്ങനെയൊക്കെ പറഞ്ഞോടെ. ആങ്സൈറ്റി. എനിക്ക് തോന്നുന്നത് കണ്ടത്തിന്റെ ഉള്ളിലുള്ള എന്തോ ആണോ ഉത്കണ്ഠ? അതെ. അല്ല, കണ്ടം ഗദ്ഗതപ്പെടൂലേ അപ്പം? അതാണ്. അതെ. ആങ്സൈറ്റി എന്തിനോ, ആങ്സൈറ്റി എന്തിനോ, ഉത്കണ്ഠ എന്തിനോ, ഉത്കണ്ഠ എന്തിനോ. അത് ശ്രീകണ്ഠ സാറിനുണ്ട്. എന്ത്? കണ്ഠം, ശ്രീകണ്ഠം, ഉത്കണ്ഠം. ഇത് കൊള്ളില്ലാന്ന് എനിക്കറിയായിരുന്നു. പിന്നെ ഫ്ലവേഴ്സ് ചാനലല്ലേ, അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കോമഡി കിട്ടുമ്പോൾ ഞാനത് എങ്ങനെ മറക്കും? വരില്ലേ കോമഡി ആവണ്ടേ? ഇത് ഞാൻ കുത്തിത്തിരിപ്പി ഉണ്ടാക്കിയ കോമഡിയാണ്, എനിക്ക് മനസ്സിലായി. പക്ഷെ ഇത് ഫ്ലവേഴ്സ് ചാനലിന് വേണ്ടി മാത്രം. നല്ല കുരവകൾ ഇങ്ങനെ ഇതൊക്കെ എന്ത് അല്ല പിന്നെ പുല്ലു ആയതെന്ന് പറഞ്ഞാല് ഇതിനെക്കാട്ടി വലിയ കൂവല് കിട്ടിയെടുത്ത ഇനി ചെറിയ കുരവ. 15 വയസ്സിൽ തുടങ്ങിയത്. മോളെ ഇത്രയേ ഉള്ളൂ മോളെ, ഇതിപ്പോ ഒന്നും പറയാനില്ല. ഇവിടെ താങ്ക് യു സർ. മക്കളെ എനിക്ക് ഒന്നും പറയാനില്ല, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ചേച്ചി മക്കളെ എനിക്ക് ഒന്നും പറയാനില്ല. അതാ പറഞ്ഞേ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അവള് ഒരു നല്ല എന്താ പറയുക, ശലീന സുന്ദരിയായിട്ട് ആ പാട്ട് എങ്ങനെ പ്രസന്റ് ചെയ്യണോ നല്ല രസകരമായിട്ട് പാടി. പിന്നെ നമുക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ ഇടത്ത് ആ ഒരു അത്, പക്ഷെ അതൊക്കെ വേണ്ട. അതെന്തിനാ പറയണം ഇനിയിപ്പൊ അതെന്തിനാ പറഞ്ഞിതാകണം. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ നന്നായിട്ട് ആസ്വദിച്ചത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഈ വഴിയിലേക്കേ പോയില്ല, പേനേ ഇല്ല, കയ്യിലും ഒന്നുമില്ല. നന്നായിട്ട് നല്ല ആസ്വദിച്ചുകൊണ്ടിരുന്നു. അപ്പൊ മനസ്സിൽ വിചാരിച്ചു രാഘവൻ മാഷിന്റെ, എനിക്ക് തോന്നുന്നു ഇവിടെ ആയിരിക്കും എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് രാഘവൻ മാഷിന്റെ ഒരു റൗണ്ട് അല്ലേ അടുത്ത്. ഇത്രയും 1964-60 കഴിഞ്ഞുള്ള പാട്ടുകൾ എടുത്ത് പിള്ളേര് പാടിക്കൊണ്ടിരിക്കാന്ന് പറഞ്ഞത് അവർക്ക് ശരിക്കും പറഞ്ഞ ആ ഒരു അതേ ഫീൽ കൊടുക്കാനും അന്ന് പാടിയ സിംഗേഴ്സിന്റെ ആ ഒരു കുറച്ചൊക്കെ അതുപോലെയൊക്കെ വരണ്ടേ, അങ്ങനെയൊക്കെ നോക്കി പിള്ളേര് പാടാനൊരു അവർക്കൊരു ചലഞ്ച് ആയിരിക്കും. പക്ഷെ മോൾ ഇന്ന് നന്നായിട്ട് നല്ല ഇത് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പോ രാഘവ മാഷിന്റെ തന്നെ എല്ലാരും ചൊല്ലണം. രണ്ടുപേരും പാടട്ടെ. ഇത് നമ്മൾ പാടുമ്പോ അവിടെ ഇരിക്കുന്ന അവരും പാടിപ്പോവും. കാരണം ഇത് അറിയത്തില്ലാത്ത ആൾക്കാരുണ്ടോ? വർക്കൗട്ടാവും. എല്ലാരും ചൊല്ലണ, എല്ലാരും ചൊല്ലണ, കല്യാണി നെഞ്ചിലെന്ന് കല്യാണ നെഞ്ചിലെന്ന്. ഞാനൊന്നു തൊട്ടപ്പോൾ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യ, ചകര തുണ്ടാണ് കണ്ടതയ്യ. നാടാകെ ചൊല്ലണ്, നാടാരും ചൊല്ലണ്, കാടാണ് കരളിലെന്ന് കൊടുങ്കാടാണ്, കൊടുങ്കാടാണ് കരളിലെന്ന്. ഞാനൊന്നു കേറിയപ്പോ നീലക്കുയിലിന്റെ കൂടാണ് കണ്ടതയ്യ, കുഞ്ഞിക്കൂടാണ് കണ്ടതയ്യ. എല്ലാവർക്കും എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, കല്യാണി നെഞ്ചിലെന്ന് കരിങ്കല്ലാണ്, കരിങ്കല്യാണി നെഞ്ചിലെന്ന്. കരിങ്കല്ലല്ല, പാറക്കല്ലാണി നെഞ്ചിലെന്ന്. ഓൾറെഡി ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ പിന്നെ എന്തോന്ന് പാട്ടിനെ പറ്റി ആ കൊച്ചിത്ര നന്നായിട്ട് പാടി. നമ്മളെല്ലാം എണീറ്റ് നിന്ന് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, സൂപ്പറാണെന്ന് എല്ലാരും ചൊല്ലണ്. എല്ലാരും പറയണ് സെബാമുന്റെ പാട്ട് എന്തോ ഒരു സൂപ്പറാണെന്ന്. കൊള്ളാം സെബാമുൻ, ഞങ്ങളുടെ സൂപ്പറാണ്. ഞങ്ങളുടെ അമ്പളി ഇത് മാറിയിട്ടില്ല. ഈ
സിനിമയിൽ തന്നെയാണ് മറ്റേ ഭാരതം എന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല ജനകോടികൾ നമ്മൾ നാമായി മാറ്റിയ സുശീലാമ്മ പാടി. ആ അറിയോ? അത്രേ ഉള്ളൂ. അങ്ങനെ പാടിയ ഒപ്പം പാടും. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല ജനകോടികൾ നമ്മെ നാമായി മാറ്റി ജന്മഗൃഹമല്ലോ. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല ജനകോടികൾ നമ്മെ നാമായി മാറ്റി ജന്മഗൃഹമല്ലോ. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല. ജയ് ഹിന്ദ്. ആഹാ. ഭാരത് മാതാ കീ ജയ്. അപ്പൊ സെബക്കുട്ടി, so today we are giving you 100 out of 100. അപ്പൊ തുടർച്ചയായി രണ്ടാമത്തെ 100 അതെ. അവിടുന്ന് ഗാനം കേൾക്കാൻ ആദ്യത്തെ 100, കല്യാണ മോതിരം രണ്ടാമത്തെ 100. ഇനി മൂന്നാമത്തെ 100 ഏതാണ്? അടുത്ത വട്ട് മൗന സരോവരാണ്. ആഹാ. We are waiting for it. യെസ്, ഡെയിന് വേണ്ടി ആദ്യ ഒരു കല്യാണ മോതിരപ്പൂ കിട്ടി. മോനെ ഇത്രയൊക്കെ ഞാൻ കഷ്ടപ്പെടുകയാണ് കേട്ടാ. സത്യം, എനിക്കെന്നെ വിഷമായി പോകുന്നു. അപ്പൊ ശബക്കുട്ടി ഇപ്പൊ രണ്ടാം തവണയാണ് 100 വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ ഡബിൾ ധമാക്കയിൽ പോവാണ്. നമുക്ക് ട്രിപ്പിൾ സ്ട്രോങ് ആക്കണം ഇനി അടുത്ത പ്രാവശ്യം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദ വെരി ബെസ്റ്റ്. കൺഗ്രാറ്റ്സ്. ബൈ.